എന്തുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ പിത്താശയക്കല്ല് ഏറ്റവും കൂടുതൽ കൂടുന്നത്? അത് നമ്മുടെ ഭക്ഷണത്തിലൂടെ മാത്രം വരുന്നൊരു പ്രശ്നമാണോ? ഭക്ഷണത്തിലൂടെ മാത്രം വരുന്നൊരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിലൊരു ഡയറ്ററി ഫാക്ടർ ഉണ്ട്. നമ്മൾ ഒരുപാട് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് കൺസ്യൂം ചെയ്യുന്നതും ഒരുപാട് ഫാറ്റി ആയിട്ടുള്ള മീൽ കൺസ്യൂം ചെയ്യുന്നതും അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതെല്ലാം കൺസ്യൂം ചെയ്യുന്നത് കുറച്ച് കോൺട്രിബ്യൂട്ടീവ് ആണ്. പക്ഷേ അത് കൂടാതെയുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ബേസിക്കലി നമ്മുടെ ലിവറിന് ഉൽപ്പാദിപ്പിക്കുന്ന ഈ പിത്തം അല്ലെങ്കിൽ ബൈൽ എന്ന് പറയുന്നത് നമ്മൾ ഗോൾ ബ്ലാഡറിൽ ടെമ്പററി സ്റ്റോർ ചെയ്യുന്നു. അത് നമ്മൾ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ ബൈൽ അവിടുന്ന് സെക്രീറ്റ് ചെയ്ത് നമ്മുടെ ചെറുകുടലിലോട്ട് പോയി ആ ബൈലാണ് നമ്മുടെ ഫാറ്റ് മെറ്റബോളിസം അല്ലെങ്കിൽ ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഈ പിത്തത്തിൻ്റെ ഒരു കൊളസ്ട്രോളിലുള്ള കണ്ടൻറ്റ്, അതുപോലെ ബൈൽ പിഗ്മെൻറ്റ്സ്, അതുപോലെയുള്ള ചില ലവണങ്ങളിലുള്ള അളവിലുള്ള വ്യത്യാസം കാരണമാണ് നമുക്ക് ഈ ഗോൾ ബ്ലാഡർ സ്ലഡ്ജ് അല്ലെങ്കിൽ സ്റ്റോൺ എന്ന് പറയുന്ന സാധനം ഫോം ചെയ്യുന്നത്. സോ അതുകൂടാതെ അതിന് പല ഫാക്ടേഴ്സും ഉണ്ട്. കൂടാതെ ഈ ഗോൾ ബ്ലാഡറിൻ്റെ കൺട്രാക്ട് ചെയ്യാനുള്ളൊരു എബിലിറ്റി അതിൽ ചിലപ്പോൾ വ്യത്യാസം വന്നാൽ ഇതുപോലെ സ്റ്റോൺസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ചെറിയ ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, ചില പെർട്ടിക്കുലർ ഇൻഫെക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ഗോൾ സ്റ്റോൺസ് ഉണ്ടാക്കും. സോ ഡയറ്റ് ഒരു ഫാക്ടറാണ്, പക്ഷെ അത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അതല്ല. അപ്പോൾ ഈ ജനറ്റിക് ഫാക്ടർ എന്ന് പറയുമ്പോൾ അതായത് നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ പിത്താശയക്കല്ല് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയാണോ? അങ്ങനെയല്ല, ഫാമിലിയിലുള്ള ഫാക്ടേഴ്സ് അല്ല, നമ്മുടെ സ്പെസിഫിക് ജീൻസിൻ്റെ മ്യൂട്ടേഷൻ ഉണ്ട്, അത് കാരണം കല്ലുകൾ വരാം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ പിത്താശയക്കല്ല് ഉണ്ടെന്ന് നമുക്ക് ഒരു സംശയമെങ്കിലും തോന്നുന്ന വയറുവേദന വരുമ്പോഴാണല്ലോ. എങ്ങനെയാണ്? അതായത് ഇപ്പോൾ കിഡ്നി സ്റ്റോണും വയറുവേദനയാണ്, ഈ ഗോൾ ബ്ലാഡർ സ്റ്റോണും വയറുവേദനയാണ്. ഈ ബാക്കിയുള്ള വയറുവേദനകളിൽ നിന്നും ഈ പിത്താശയക്കല്ലിൻ്റെ വയറുവേദനയാണ് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? സോ പിത്താശയക്കല്ലിൻ്റെ വേദനയ്ക്ക് പല സിംറ്റംസും ഉണ്ട്. അതിൽ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത് നോക്ടേണൽ പെയിൻ എന്ന് പറയും. അതായത് രാത്രി നമ്മൾ ആഹാരം കഴിച്ച് കിടന്നതിന് ശേഷം വയറിൻ്റെ ഈ അപ്പർ റൈറ്റ് സൈഡിലായിട്ട് നല്ല ശക്തമായിട്ടുള്ള വേദന, അതിങ്ങനെ എപ്പിസോഡിക് ആയിട്ടുള്ള വേദന വരുന്നത് ഒരു ഡെഫിനറ്റീവ് ഗോൾ ബ്ലാഡർ സ്റ്റോണിൻ്റെ തന്നെ സിംറ്റമാണ്. അത് കൂടാതെ ഈ ചെറിയ ദഹനക്കുറവ് പോലെ, ബ്ലോട്ടിംഗ് പോലെ ഫീൽ ചെയ്യുന്നത്, കുറച്ച് ആഹാരം കഴിക്കുമ്പോഴേക്കും വയറ് വീർത്ത് വരുന്ന പോലെ തോന്നുന്നത്, ഇതെല്ലാം ഗോൾ ബ്ലാഡർ സ്റ്റോൺസിൻ്റെ സിംറ്റമാണ്. ഇത് കൂടാതെ ഗോൾ സ്റ്റോൺസ് കോംപ്ലിക്കേറ്റ് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഗോൾ ബ്ലാഡറിൽ ഇൻഫെക്ഷൻ വന്ന് നമ്മൾ കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയും. ആ ഒരു അവസ്ഥയിൽ നല്ല കഠിനമായിട്ടുള്ള വയറുവേദന, അതുകൂടാതെ പനി, വോമിറ്റിംഗ്, ഇതുപോലുള്ള സിംറ്റംസ് ഉണ്ടാവും. ഇൻഫെക്ഷൻ സിംറ്റംസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പിത്താശയത്തിലിരിക്കുന്ന കല്ലുകൾ നമ്മുടെ പിത്തക്കൊള്ളിലോട്ട് ഇറങ്ങി അവിടെ ബ്ലോക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ജോണ്ടിസ് പോലുള്ള സിംറ്റംസ് വരും. സോ ഇതൊക്കെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള സിംറ്റംസ് ആണ് ഗോൾ സ്റ്റോൺസിൻ്റെ. ഈ പിത്താശയക്കല്ല് വന്നു കഴിയുമ്പോൾ മിക്കവാറും ആളുകൾ ഇപ്പോൾ കിഡ്നി സ്റ്റോൺ പോലെയാണ് നമ്മൾ അതിനെ ആക്ച്വലി കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വളരെ ലൈറ്റായിട്ട് എടുത്താൽ പെയിൻ സബ്സൈഡ് ചെയ്യുമ്പോൾ ആളുകൾ പിന്നെ അതിന് വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കില്ല. പിന്നെ അടുത്ത പെയിൻ വന്നാലാണ് പ്രശ്നം ഉണ്ടാവുക. അത് ഓക്കെ ആണോ? അതായത് എനിക്കിപ്പോൾ അങ്ങനെ ലിറ്ററലി പ്രശ്നങ്ങളൊന്നുമില്ല, അവിടെ ഒരു സ്റ്റോൺ ഉണ്ട്, അത്രയേ ഉള്ളൂ എന്ന് പറയുന്നത് ഓക്കെ ആണോ? ഓക്കെ അല്ല. സിംറ്റമാറ്റിക് ആയിട്ട് വരുന്ന ഗോൾ സ്റ്റോൺസ് ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ നേരത്തെ ഇപ്പോൾ പെയിൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ സിംറ്റമാറ്റിക് ആയിട്ട് വരുന്നവർ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഈ പെയിൻ, ഈ ഗോൾ ബ്ലാഡർ സ്റ്റോണ് ഇതിൻ്റെ ഗോൾ ബ്ലാഡറിൻ്റെ നെക്കിൽ വന്ന് ബ്ലോക്ക് ആകുമ്പോഴാണ് കൂടുതലായിട്ട് ഈ പെയിൻ വോമിറ്റിങ്ങും ഈ സിംറ്റംസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നത്. സിംറ്റംസ് ഉള്ള ഈ ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ ഡെഫിനറ്റ്ലി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കോംപ്ലിക്കേഷൻസിലോട്ട് പോകും. സോ ഡെഫിനറ്റ്ലി അത് ഫ്യൂച്ചറിൽ മാറ്റേണ്ടതാണ്. അത് കൂടാതെ തന്നെ കുറേ പേഷ്യൻസ് ഈ ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞിട്ട് വരാറുണ്ട്, അൾട്രാസൗണ്ട് സ്കാൻ എടുത്തിട്ട് അവർക്ക് ഈ ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺസ് ഉണ്ട്, അപ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ. പക്ഷേ സിംറ്റംസ് ഒന്നും ഇല്ല, എന്നാൽ ഈ സിംറ്റമാറ്റിക് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കീപ്പ് എ ക്ലോസ് വാച്ച് ഓൺ ഇറ്റ്, അത് മാത്രം മതിയാവും. സിംറ്റമാറ്റിക് ഗോൾ സ്റ്റോൺസിന് മാത്രം നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി. ഓക്കെ. അതായത് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റൊക്കെ വേണ്ടി ഇതുപോലെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ട്, പിത്താശയക്കല്ലുണ്ട് എന്ന് തോന്നുകയാണ്. അത് പക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഇറ്റ് ഇസ് ടോട്ടലി ഫൈൻ അല്ലേ? ഒബ്സർവ് മാത്രം ചെയ്താൽ മതി. പിന്നെ ഒരു ഈ സിംറ്റംസ് ഒക്കെ വരുമ്പോൾ മാത്രം ഒരു ഡോക്ടറിനെ അല്ലെങ്കിൽ സർജനെ കൺസൾട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ പിത്താശയക്കല്ല് വന്നു, അതിന് സിംറ്റംസ് ഉണ്ട്, അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? സർജറി മാത്രമാണോ അതിനുള്ള ഓപ്ഷൻ? ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് സർജറി തന്നെയാണ്. നമ്മൾ കോളിസിസ്റ്റിക് പിത്താശയം കല്ലല്ല എടുക്കുന്നത്, നമ്മൾ ആ ഗോൾ ബ്ലാഡറും അകത്തുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബൈലും ആ കല്ലും കൂടി നമ്മൾ ഫുള്ളായിട്ട് എടുക്കുന്നത്. നമ്മളിപ്പോൾ ഈ കിഡ്നി സ്റ്റോൺസിൽ പറയുന്ന പോലെ സ്റ്റോൺ മാത്രമായിട്ട് അല്ല, ഇത് നമ്മൾ ഫുൾ ഗോൾ ബ്ലാഡറായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും, എന്നാലേ അതിൻ്റെ ആ ഒരു ഫുൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കും അങ്ങനെ തന്നെയാണ്, അതായത് ചെറിയ വയറുവേദന അങ്ങനെയൊക്കെ വന്നാലും അങ്ങനെ തന്നെയാണ്? ഇല്ല, സ്റ്റോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോണിനെക്കാട്ട് പ്രോബ്ലം ആയിട്ട് പറയുന്നത് ഈ നേരത്തെ നമ്മൾ ബൈലിൻ്റെ മെറ്റബോളിസം കൂടെ അതിൻ്റെ കൂടുതലുള്ള ബാക്കി കെമിക്കൽസും കൂടിൻ്റെ അളവ് ഒരു ഓൾട്ടേർഡ് മെക്കാനിസം വരുമ്പോഴാണ് ഈ സ്റ്റോൺ ഫോർമേഷൻ വരുന്നത്. നമ്മൾ ഈ സ്റ്റോൺസ് മാത്രം എടുത്ത് കളഞ്ഞാലും ഈ ബൈലിൻ്റെ കോമ്പസിഷൻ ഓൾട്ടേർഡ് ആയിരിക്കുന്നതുകൊണ്ട് ഡെഫിനറ്റ്ലി വീണ്ടും സ്റ്റോൺസ് വരും. സോ ഗോൾ ബ്ലാഡർ സർജറിയിൽ നമുക്ക് സ്റ്റോൺ മാത്രം എടുത്ത് കളയാന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ല. സോ അത് ഗോൾ ബ്ലാഡർ ആ പിത്തത്തിനാണ് പ്രശ്നമുള്ളത്. അതുകൊണ്ട് നമുക്ക് ഗോൾ ബ്ലാഡർ ഫുള്ളായിട്ട് മുഴുവനായി റിമൂവ് ചെയ്ത് കളയണം എന്നുള്ളതാണ് അതിന്റെ അൾട്ടിമേറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഈ പിത്താശയം റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ ഡൈജഷനെ വളരെ എഫക്റ്റ് ചെയ്യും എന്ന് പറയുന്നത് ശരിയാണോ? അത് നമ്മുടെ ദഹനത്തിനെ ബാധിക്കും എന്ന് പറയുന്നത്?
യെസ് ഇനീഷ്യലി ഡെഫിനറ്റ്ലി ഒരു 2 to 3 months അല്ലെങ്കിൽ കപ്പിൾ ഓഫ് മന്ത്സിന് ഫാറ്റി ഫുഡ് കഴിക്കുമ്പോൾ കുറച്ചൊരു ഇൻഡൈജഷൻ ഉണ്ടാവും. പക്ഷേ ഇൻ ദ ലോങ് റൺ നമ്മുടെ ബോഡി അത് അക്ലിമറ്റൈസ്ഡ് ആവും, അതിൻ്റെ ആ ഒരു വേറെ ഇഷ്യൂസ് ഒന്നും വരാറില്ല. ഇൻ ദ ബിഗിനിങ് മാത്രം ഒരു ചെറിയൊരു, അപ്പോൾ നമ്മൾ പറയാറുണ്ട് പേഷ്യൻസിൻ്റെ അടുത്ത് ഫസ്റ്റ് 3 monthsത്തേക്ക് അവോയ്ഡ് ഫാറ്റി ഫുഡ്, അവോയ്ഡ് ഓയിലി ഫുഡ്, സോ ദാറ്റ് അവർക്ക് ഈ ഇൻഡൈജഷൻ സിംറ്റംസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അഡ്വൈസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊന്നും ഇല്ലല്ലോ. പിത്താശയവും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൊരു സാധനമാണ്. അപ്പം ഇത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിനെന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ? അത് നമ്മൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സൈഡ് ഇഫക്റ്റോ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ, ഇപ്പോൾ യൂട്രസ് ഒക്കെ എടുത്ത് കളയുന്നത് പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാവോ? യൂഷ്വലി അങ്ങനെ ഗോൾ ബ്ലാഡർ എടുത്ത് കളഞ്ഞുകൊണ്ട് നമുക്കൊരു പ്രകടമായിട്ടുള്ളൊരു സിംറ്റം ഒന്നും ഉണ്ടാവില്ല. ഗോൾ ബ്ലാഡറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ടെമ്പററി ആയിട്ട് ഈ ബൈലിനെ സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നതാണ് ഗോൾ ബ്ലാഡറിൻ്റെ ഫംഗ്ഷൻ. സോ വൺസ് നമുക്ക് ഗോൾ ബ്ലാഡർ ഇല്ലാത്തൊരു അവസ്ഥയിൽ ഈ സ്റ്റോറേജ് സംഭവിക്കുന്നില്ല. ലിവറിന് ഉണ്ടാക്കുന്ന ഈ ബൈല് നമുക്ക് നേരെ പിത്തക്കുഴൽ വഴി നേരെ നമ്മുടെ ചെറുകുടലിലേക്ക് വരികയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് നമുക്ക് ഒരുപാട് ഫാറ്റ് ഉള്ള ഫുഡ് കഴിക്കുമ്പോൾ ചെറിയൊരു ഇൻഡൈജഷൻ്റെ സിംറ്റംസ് ഇനീഷ്യലി ഉണ്ടാവും. പക്ഷേ ഡെഫിനറ്റ്ലി ഇൻ ദ ലോങ് റൺ നമ്മുടെ ബോഡി അതിനോട് അഡ്ജസ്റ്റ് ആയിട്ട് പിന്നെ നമുക്ക് യൂഷ്വൽ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ തന്നെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ പിത്താശയം റിമൂവ് ചെയ്ത ആളുകൾ അതർ ദാൻ ഇൻഡൈജഷൻ ഈ ഫാറ്റി ഫുഡ്സ് കഴിക്കരുത് ആദ്യത്തെ ഒരു 3 മാസം എന്ന് ചോദിച്ചാൽ, പിന്നെ ഈ പിത്താശയം റിമൂവ് ചെയ്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലോങ് റൺ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹൈ ഫാറ്റി മീൽ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ സാധാരണ ഹോം കുക്ക്ഡ് ആയിട്ടുള്ള എല്ലാ മീൽസും കഴിക്കാൻ പറ്റും. ചെറിയ അളവിൽ ഈവൻ ഫാറ്റുള്ള ഫുഡ് കഴിക്കുന്നതുകൊണ്ടും അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരാൻ സാധ്യതയില്ല. ഓക്കെ.